മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കേരളം പതുക്കെ കടക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് കേരളം ഭരിക്കും? LDF തുടർഭരണം നിലനിർത്തുമോ അതോ UDF അധികാരത്തിൽ തിരിച്ചെത്തുമോ? രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ ഒരു പുതിയ ചർച്ചാ വിഷയം കൂടി കടന്നു വന്നിരിക്കുകയാണ്. കലിയുഗ ജോത്സ്യൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഡോക്ടർ സന്തോഷ് നായർ കുറച്ച് ദിവസം മുൻപ് നടത്തിയ പ്രവചനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നത് മുതൽ കേരളത്തിലെ സീറ്റ് നില വരെ അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നു. മാത്രമല്ല, കൃത്യമായി പ്രവചിച്ചിരിക്കുന്നു എന്ന് പുള്ളി അവകാശപ്പെടുന്നുമുണ്ട്. ഈ പറയുന്ന കണക്കുകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ പ്രവചനങ്ങൾ വെറും രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണോ അതോ ശരിക്കും ശാസ്ത്രീയമാണോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അദ്ദേഹം മുൻപ് നടത്തിയ പ്രവചനങ്ങൾ എന്തായിരുന്നു? അതെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും കലിയുഗ ജോത്സ്യൻ നടത്തിയത് പ്രവചനമായിരുന്നോ അതോ വെറും തള്ളായിരുന്നോ എന്നുള്ളത്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ രാഷ്ട്രീയ പ്രവചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ കണക്കുകൾ നിരത്തിയത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റം സംഭവിക്കും. UDF അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. സംഖ്യകൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. UDFന് 65 മുതൽ 85 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും LDFന് 45 മുതൽ 65 വരെ സീറ്റുകളായി ചുരുങ്ങുമെന്നും BJPക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യതയെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതിലേറ്റവും വലിയ രസമെന്ന് പറയുന്നത് UDFന് 65 മുതൽ 85 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ്. ഈ 65 മുതൽ 85 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിൽ 65 സീറ്റാണ് UDFന് ലഭിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഭരണം UDFന് ലഭിക്കുക എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല. ഇനി ഏറ്റവും വലിയ ചോദ്യം, ആര് മുഖ്യമന്ത്രിയാക്കും? VD സതീശൻ മുഖ്യമന്ത്രിയാകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് എന്നാണ് സന്തോഷ് നായർ പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനമോ മറ്റോ ലഭിച്ചേക്കാം. എന്നാൽ കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ രൂക്ഷമായാൽ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനും സാധ്യതയുണ്ടെന്ന് അതൊക്കെ കൂട്ടിച്ചേർക്കുന്നു. ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ജ്യോതിഷ പ്രവചനമായി ഇത് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എത്രത്തോളം സത്യമുണ്ട്? നമുക്ക് ഈ പ്രവചനത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ്റെ കണ്ണിലൂടെ ഒന്ന് നോക്കാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും LDFും UDFും മാറി മാറി ഭരിക്കുന്നതാണ് നമ്മുടെ ഒരു പതിവ്. കഴിഞ്ഞ 2 തവണ LDF തുടർച്ചയായി അധികാരത്തിൽ വന്നത് കേരള ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് കേരളത്തിലെ രാഷ്ട്രീയം അറിയാവുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവിക സൂചനകളും പ്രതീക്ഷകളും ഒക്കെ വച്ച് UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ ഒരു ജ്യോതിഷിയാകേണ്ട ആവശ്യമില്ല. പത്രങ്ങളും വാർത്തകളും കൃത്യമായി പിന്തുടരുന്ന ഒരു സാധാരണക്കാരന് പോലും ഈ സാധ്യത പ്രവചിക്കാൻ കഴിയും. ഇനി സീറ്റുകളുടെ കാര്യം നോക്കാം. UDFന് 65 മുതൽ 85 വരെ സീറ്റുകൾ ലഭിക്കുമെന്നത് വളരെ വലിയ ഒരു മാർജിനാണ്. ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു മുന്നണിക്ക് ഈ റേഞ്ചിൽ സീറ്റുകൾ ലഭിക്കുക എന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. അല്ലാതെ 71 സീറ്റോ അല്ലെങ്കിൽ 73 സീറ്റോ കൃത്യമായി പറയുന്നില്ല. BJPക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ എന്നതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ചുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സൂചനകൾ വച്ചുകൊണ്ടുള്ള ഒരു കറക്കക്കുത്തൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ കാര്യവും ഇതുതന്നെയാണ്. കോൺഗ്രസിൽ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകൾ VD സതീശൻ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടേതാണ്. ഇതിൽ ഒരാളുടെ പേര് പറയുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ തർക്കം വന്നാൽ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ പരിഗണിക്കും എന്ന് പറയുന്നതോ വെറുമൊരു രാഷ്ട്രീയ വായന മാത്രമാണ്. ചുരുക്കത്തിൽ അദ്ദേഹം ഗ്രഹനില നോക്കി പറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ഈ കണക്കുകൾ കേരളത്തിലെ ഏതൊരു ചായക്കടയിലും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലെ സ്വാഭാവിക നിഗമനങ്ങൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ചില പ്രവചനങ്ങൾ ശരിയായി എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ നാം മറന്നു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം അധികം പറയാത്ത ചില പഴയ പ്രവചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയ പരാജയമായി മാറിയതുമായ ഒരു പ്രവചനമാണ് COVID-19 മഹാമാരിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയത്. ലോകം മുഴുവൻ കൊറോണ വൈറസിനെ ഭയന്നു വിറച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു: ചൂടുള്ള രാജ്യങ്ങളിൽ കോവിഡ് വലിയ ഭീഷണിയാകില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് കൂടുതലായതിനാൽ അവിടെയുള്ളവർ കൊറോണ വൈറസിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവർ മാത്രം ഭയന്നാൽ മതി. പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനം പൂർണ്ണമായും തെറ്റാണെന്ന് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും കോവിഡ് അതിതീവ്രമായി പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നമ്മുടെ പ്രവാസികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ചെറുതായിരുന്നില്ല. ഒരു മഹാമാരിയെക്കുറിച്ച് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ നടത്തിയ ആ പ്രവചനം ജനങ്ങളിൽ തെറ്റായ സുരക്ഷിതത്വ ബോധമുണ്ടാക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം നോക്കി ലോകത്തിൻ്റെ ഭാവി കൃത്യമായി ഗണിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരാശിയെ ഒന്നടങ്കം ബാധിച്ച ഇത്ര വലിയൊരു ദുരന്തത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് കഴിഞ്ഞില്ല? സന്തോഷ് നായർ മുൻകാലങ്ങളിൽ നടത്തിയ പല രാഷ്ട്രീയ പ്രവചനങ്ങളും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ പൂർണ്ണമായും പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു അവകാശവാദമാണ്. ഗ്രഹനിലയിലെ മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തോടെ, ഇതിനു മുന്നേയുള്ള ഏപ്രിൽ മാസത്തോടെ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ പ്രവചനം. എന്നാൽ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രവചനങ്ങളും കൃത്യമായ നിലപാടുകളില്ലാത്ത, അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി നടത്തുന്ന സുരക്ഷിതമായ ഊഹങ്ങൾ മാത്രമാണ്. ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ വിജയസാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് വേണമെങ്കിലും മറിയാം എന്ന വളരെ അവ്യക്തമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ജയിച്ചാലും തോറ്റാലും തൻ്റെ പ്രവചനം ശരിയായി എന്ന് വാദിക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നു അത് എന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെയൊന്നും പോകണ്ടല്ലോ. സ്വന്തം രാഷ്ട്രീയ പ്രവചനങ്ങൾ പാളുന്നു എന്ന് ഉറപ്പാകുമ്പോൾ മനുഷ്യർ പണവും സ്വാധീനവും ഉപയോഗിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ അട്ടിമറിക്കും എന്നോ തൻ്റെ പ്രവചനങ്ങൾ 90% മാത്രമേ ശരിയാകൂ എന്നോ ഉള്ള സ്ഥിരം ന്യായീകരണങ്ങൾ നിരത്തി രക്ഷപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ് രീതി. ചുരുക്കത്തിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ശാസ്ത്രീയതയുടെയും പേര് പറഞ്ഞ് അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പ്രവചനങ്ങൾ വെറും വായുവിൽ നിൽക്കുന്ന ഊഹക്കണക്കുകൾ മാത്രമാണെന്നും രാഷ്ട്രീയക്കാരുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പല സുപ്രധാന പ്രവചനങ്ങളും പൂർണ്ണമായും പരാജയമായിരുന്നുവെന്നും ഈ മുൻകാല സംഭവങ്ങൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇക്വേഷനുകൾ, റിസർച്ച്, ഗണിതശാസ്ത്രം, നാസ തുടങ്ങിയ വലിയ വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം തൻ്റെ പ്രവചനങ്ങളെ വിശദീകരിക്കാറുള്ളത്. തൻ്റെ കലിയുഗ ജ്യോതിഷം പഴയതുപോലെയല്ലെന്നും അത് പുതിയ കാലത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്തതാണെന്നും അദ്ദേഹം വാദിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ ശാസ്ത്രീയമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ശാസ്ത്രലോകം ഇതിനെ വിളിക്കുന്നത് കപടശാസ്ത്രം അഥവാ സ്യൂഡോ സയൻസ് എന്നാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല. കൃത്യമായ പരീക്ഷണങ്ങൾ, തെളിവുകൾ, മറ്റ് ശാസ്ത്രജ്ഞർ നടത്തുന്ന പരിശോധനകൾ എന്നിവയിലൂടെ തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളെ മാത്രമേ ശാസ്ത്രം എന്ന് വിളിക്കാൻ കഴിയൂ. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനങ്ങൾ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെയോ സ്വാധീനിക്കുമെന്നതിന് ലോകത്തിന്നുവരെ യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളോ ലഭിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചില പ്രവചനങ്ങൾ ശരിയാകുന്നത്? ഇതിനെ ശാസ്ത്രത്തിൽ എഡ്യൂക്കേറ്റഡ് ഗസ് അഥവാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഊഹം എന്ന് വിളിക്കാം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് വരുംകാലത്ത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് കേരളത്തിൽ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ പറയാൻ ജ്യോതിഷത്തിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കും ഊഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. 100 കാര്യങ്ങൾ പ്രവചിക്കുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ 10ഓ 20ഓ കാര്യങ്ങൾ ശരിയായേക്കാം. അത് വലിയ അത്ഭുതമായി കൊണ്ടാടുകയും തെറ്റിപ്പോയ 80 കാര്യങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം പ്രവചനങ്ങളുടെ വിജയം. ഒരു പ്രവചനം തെറ്റുമ്പോൾ അത് മനുഷ്യരുടെ ഇടപെടൽ കൊണ്ടാണെന്നോ അല്ലെങ്കിൽ തൻ്റെ പ്രവചനങ്ങൾ 90% മാത്രമേ ശരിയാകൂ എന്നോ പറഞ്ഞ് ന്യായം കണ്ടെത്തുന്നത് നാം കണ്ടു. ശാസ്ത്രത്തിൽ അങ്ങനെ ന്യായീകരണങ്ങൾക്ക് സ്ഥാനമില്ല. അവിടെ തെളിവുകൾക്കാണ് പ്രാധാന്യം. കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടാകും. LDFിൻ്റെ ഭരണനേട്ടങ്ങളും പോരായ്മകളും UDFിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഓരോ വോട്ടറും അവരുടെ തീരുമാനമെടുക്കും. അത് പൂർണ്ണമായും രാഷ്ട്രീയമായ ഒരു പ്രക്രിയയാണ്. അതിനെ ഗ്രഹനിലയുമായോ ജ്യോതിഷ കണക്കുകളുമായോ കൂട്ടിക്കുഴയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഡാറ്റ വച്ചുള്ള വിശകലനങ്ങൾ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ ഈ പറയുന്ന കറക്കിക്കുത്ത് അത് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്.